കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പറവൂർ തിരുത്തിപ്പുറം സ്വദേശിയായ 79കാരനിൽ നിന്നും 15 ലക്ഷം രൂപ തട്ടി. മേരി നാൻസി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പരാതിക്കാരനെ പരിചയപ്പെട്ട് UK-യിൽ നിന്നും 2 കോടി രൂപയുടെ പൗണ്ട് പ്രതിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഇത് എത്രാമത്തെ തട്ടിപ്പ് വിവരമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതെന്ന് സഹിന് തന്നെ എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രാമത്തെ തട്ടിപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അല്പനേരം മുൻപ് മറ്റൊരു തട്ടിപ്പ് കൂടി ഓൺലൈനിൽ കേസെടുത്തിരിക്കുകയാണ്. അത് 4 കോടി രൂപയാണ് തട്ടിച്ചത്. അത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പേര് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇതിപ്പോൾ 17 ലക്ഷം രൂപയാണ് 79 വയസ്സുകാരന് നഷ്ടപ്പെട്ടത്. മനുഷ്യരുടെ ഒരു ആർത്തി കൂടി ഇത്തരം തട്ടിപ്പിന് കാരണമാകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് സേതു. കാരണം ഈ 79കാരൻ ഫേസ്ബുക്കിലൂടെ നാൻസി എന്ന് പറയുന്ന ഒരു മേരി നാൻസി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയുള്ള ഒരു സ്ത്രീയാണെന്ന് കരുതിയാണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. അവർ 2 കോടി രൂപയുടെ പൗണ്ട് അദ്ദേഹത്തിന് സമ്മാനമായി UK-യിൽ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ്. ആ പൗണ്ട് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുള്ള തെളിവുകളായി ഏതാനും ചില പേപ്പറുകൾ അയച്ചു കൊടുക്കുന്നു. ഈ മനുഷ്യൻ ഇത് കിട്ടുന്നതിന് വേണ്ടി പിന്നീട് ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ 17 ലക്ഷം രൂപ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം വരെ 8-ാം തീയതി വരെ ഇയാൾ പണം അയച്ചു നൽകി. 17 ലക്ഷം രൂപ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവർ പണം വാങ്ങും. ഇവിടെ RBIക്ക് കൊടുക്കാനാണ്, മറ്റിടങ്ങളിൽ നൽകാനാണ് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ടാക്സ് ഇതിൻ്റെ ടാക്സ് എന്നെല്ലാം പറഞ്ഞ് ഈ പണം വാങ്ങി. അങ്ങനെ 17 ലക്ഷം രൂപ ഇയാൾ അയച്ചു നൽകി. 2 കോടി രൂപയുടെ പൗണ്ട് ഇപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ അയച്ചു നൽകിയത്. അവസാനം മനസ്സിലായി ഇതൊരു കബളിപ്പിക്കലാണ്, അല്ലെങ്കിൽ ഇതൊരു പറ്റിക്കലാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് പരാതി നൽകാൻ തയ്യാറായത്. പരാതി കൊടുത്തപ്പോഴും ഇദ്ദേഹം പറയുന്നത് എൻ്റെ പേര് പുറത്തൊന്നും വരരുത്, അത് നാണക്കേടാണ് എന്നുള്ള നിലയിലാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പിന് പുറകിൽ വലിയ ഇപ്പോൾ മനുഷ്യരുടെ ഒരു ആർത്തി കൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു. ശരി സഹിൻ. കൊച്ചിയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു.